പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും സംഘർഷവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിർണായക പ്രസ്താവനയുമായി ഇറാൻ പ്രസിഡന്റ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നും എന്നാൽ ഇറാന്റെ പരമാധികാരത്തെയും മണ്ണിനെയും ലംഘിക്കുന്നവർക്ക് അവിടെ പ്രവേശനമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ 48 മണിക്കൂർ സമയപരിധിക്കുള്ള മറുപടിയായാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ പ്രതികരണം. ഹോർമൂസ് കടലിടുക്ക് വഴി അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ആഗോള വ്യാപാരത്തിന് തങ്ങൾ തടസ്സമാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ഭൂപ്രദേശത്തെയോ സുരക്ഷയോ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഈ പാത അനുവദിക്കില്ല. തങ്ങളുടെ മണ്ണിനെ ലംഘിക്കുന്നവർക്ക് കടുത്ത തിരിച്ചടി നൽകുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ സമാധാനം നിലനിർത്താനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അധിനിവേശ ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ രാജ്യം സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന ആഗോള എണ്ണ വിപണിയിൽ ചെറിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന വാർത്ത ക്രൂഡ് ഓയിൽ വിലയിലെ വൻ കുതിച്ചുചാട്ടം തടയാൻ സഹായിച്ചു. എങ്കിലും മണ്ണ് ലംഘിക്കുന്നവർ എന്ന പ്രയോഗം അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും നൽകുന്ന കർശനമായ മുന്നറിയിപ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ ഇറാന് 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയിരുന്നു. ഇത് ലംഘിച്ചാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിക്കിടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നയതന്ത്രപരമായ മറുപടി. ഇത് യുദ്ധ സാഹചര്യത്തെ തൽക്കാലം തണുപ്പിക്കുമോ അതോ പുതിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഈ അനിശ്ചിതത്വം കാരണം ഇന്ത്യൻ ഓഹരി വിപണിയിലുണ്ടായ തകർച്ചയും രൂപയുടെ മൂല്യമിടിവും തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വിപണിയുടെയും ആഗോള രാഷ്ട്രീയത്തിനെയും ഗതി നിർണ്ണയിക്കും.